നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണം എവിടെയെന്നറിയാൻ SIT അന്വേഷണം തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. പാളികൾ എവിടെ പോയി? സ്വർണം മുഴുവനും മാറ്റിയോ എന്നതടക്കം ചോദ്യങ്ങൾക്കുത്തരമില്ല. 3 പ്രതികൾ കൂടി ഇനിയും ഉൾപ്പെടുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രതികൾ ആരൊക്കെ? കൊടിമര നിർമ്മാണത്തിലും അപാകത, കണക്കിലും കള്ളക്കളികൾ, നെല്ലും പതിരും വേർതിരിയാൻ ഇനിയും ഏറെ. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3 പേർ കൂടി പ്രതികളാകുമെന്ന് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം. ദ്വാരപാലക പാളിക്കേസിൽ 2 പേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും പ്രതി ചേർക്കും. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ അനുമതി. വാതിൽ പാളിയിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും 12 സാമ്പിളുകൾ ശേഖരിക്കും. കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേകം കേസെടുക്കണമെന്ന് വിജിലൻസിന് നിർദ്ദേശം. രാജ്യത്തെ SIR നടപടികളിൽ യാതൊരു തടസ്സവും സൃഷ്ടിക്കാൻ അനുവദിക്കില്ലെന്ന് സുപ്രീം കോടതി. എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. പശ്ചിമ ബംഗാളിൽ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ ഇന്നും അനുമതി നൽകിയില്ല. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നീക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെതിരായ അവകാശ ലംഘന നോട്ടീസ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിലും ബഹളം. കേരളത്തിൽ തുടർ ഭരണം നല്ലതല്ലെന്ന K സച്ചിദാനന്ദന്റെ പ്രസ്താവന ചർച്ചയാക്കി രാഷ്ട്രീയ കേരളം. പ്രസ്താവന തള്ളി MV ഗോവിന്ദൻ അടക്കമുള്ള CPM നേതാക്കൾ രംഗത്ത്. കേരളത്തിന്റെ പൊതുവികാരമെന്ന് VD സതീശൻ. തുടർ ഭരണത്തെ എതിർത്ത് സാറാ ജോസഫും. ഇടതുമുന്നണിയിൽ അവഗണനയെന്ന RJD സംസ്ഥാന നേതൃയോഗം. മുന്നണിയിലെ അച്ചടക്കമില്ലായ്മ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും RJD. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി VS ശിവകുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. ശിവകുമാറിന്റെ ഡ്രൈവറും 2 സുഹൃത്തുക്കളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് വിജിലൻസ് റിപ്പോർട്ട്. ED അന്വേഷണത്തിന് ശുപാർശ. 10 വർഷമായി തനിക്കെതിരെ നടന്ന രാഷ്ട്രീയ പ്രേരിത കേസിൽ സത്യം തെളിഞ്ഞെന്ന് VS ശിവകുമാർ. CJ റോയിയുടെ ആത്മഹത്യ ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ മൂലമല്ലെന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ്. കള്ളക്കടത്തോ ബെനാമി ഇടപാടോ നടത്തിയിട്ടില്ലെന്ന മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ്. ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിശദീകരണം. നെല്ലിന്റെ പ്രോത്സാഹന ബോണസ് അവസാനിപ്പിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെ എതിർത്ത് കേരളം. കേന്ദ്രത്തിന് കത്ത് നൽകി. കർഷകനെ കൃഷിയിൽ നിന്നും മാറ്റാൻ ബാങ്കുകളെ ഉപയോഗിക്കുന്നുവെന്ന മന്ത്രി P പ്രസാദ്. T20 ലോകകപ്പ് ഇന്ത്യ പാക് മത്സരത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച 5 ഉപാധികളിൽ 3 നിരസിച്ച ICC. പാക് പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത് PCB അന്തിമ തീരുമാനം അറിയിക്കണമെന്ന നിർദ്ദേശം. ലോകകപ്പിൽ ഒമാനെതിരെ സിംബാബ്വെയ്ക്കും ഇറ്റലിക്കെതിരെ സ്കോട്ട്ലൻഡിനും ജയം. സിനിമാ തൊഴിലാളികളുടെ പുതുക്കിയ സേവന വേതന കരാർ നിലവിൽ വന്നു. ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പുതിയ കരാറിൽ ഒപ്പുവെച്ചു. തൊഴിലാളികളുടെ ജോലി സമയം ഇനി 16 നിന്നും 12 മണിക്കൂറായി കുറയും. സ്റ്റോറി ഓഫ് ദ ഡേ: ആന നീരാട്ടിന്റെ കാഴ്ചവിരുന്ന്. വാർത്തകൾ വിശദമായി നോക്കാം. സ്വർണ്ണക്കൊള്ള പുതിയ തലത്തിലേക്കോ? സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ട്. 3 പേരെ കൂടി പങ്കാളിത്തം സ്ഥിരീകരിക്കുകയാണ് SIT. ദ്വാരപാലക കേസിൽ 2 പേരെ കൂടി പ്രതി ചേർക്കും. കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം കടത്തിയ കേസിൽ ഒരാൾ പ്രതിയാകും. SIT ഹൈക്കോടതിയിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. എന്നാൽ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ പ്രാഥമിക അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. UDF ഭരണസമിതിയുടെ കാലത്തെ കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേടിൽ സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ പ്രത്യേക ടീം രൂപീകരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൊടിമര പുനർപ്രതിഷ്ഠയിലും അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SITക്ക് നിർദ്ദേശം നൽകിയത്.
കൊടിമരം വീണ്ടും നിർമ്മിച്ച കാലത്ത് ക്രമക്കേടുണ്ടോ എന്നറിയാൻ സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദാംശങ്ങൾ ശേഖരിക്കണം. UDF ഭരണസമിതിയുടെ കാലത്താണ് കൊടിമരം പുനർനിർമ്മിച്ചത്. കൊടിമര നിർമ്മാണവും സ്ഥാപനവും സംബന്ധിച്ച ഫയലുകളും രേഖകളും മഹസറും അക്കൗണ്ടുകളും ശേഖരിക്കണമെന്നും 30 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്വർണ്ണപ്പാളികൾ വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുവാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന് കീഴിലുള്ള നാഷണൽ ലാബിൽ പരിശോധന നടത്തും. ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും വാതിൽപ്പാളികളും മുഴുവനായും മാറ്റി സ്വർണം കവർന്നോ എന്നറിയുവാനാണ് കൂടുതൽ പരിശോധന. യഥാർത്ഥ പാളികൾ മാറ്റി പുതിയത് സ്വർണം പൂശി സ്ഥാപിച്ചോ എന്ന് SITക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല. ചെമ്പ് ഷീറ്റുകളുടെ ഘടനയിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും മുഴുവനായും മാറ്റിയോ എന്ന കാര്യത്തിൽ നിലവിലെ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടില്ല. ഈ മാസം 12-ന് വീണ്ടും സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കണം. കേസിൽ കൂടുതൽ പേർ പ്രതികളാകും എന്ന് SIT കോടതിയെ അറിയിച്ചു. ദ്വാരപാലക ശില്പക്കേസിൽ 2 പേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും കൂടി പ്രതി ചേർക്കാനാണ് SITയുടെ നീക്കം. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജിയിൽ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. പ്രോസിക്യൂഷൻ വാദം നാളെ നടക്കും. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസുവിന്റെ ജാമ്യാപേക്ഷയും വാദം കേൾക്കാൻ കൊല്ലം വിജിലൻസ് കോടതി നാളത്തേക്ക് മാറ്റി. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിനാണ് വാസു ജാമ്യഹർജി ഫയൽ ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജിയിൽ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. പ്രോസിക്യൂഷൻ വാദം നാളെ ഉച്ചയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ നടക്കും. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാനാകില്ലെന്നും ആചാരപരമായ കാര്യങ്ങളിലാണ് തന്റെ ഉത്തരവാദിത്തമെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. എന്നാൽ തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധമാണ് സ്വർണ്ണക്കവർച്ചയ്ക്ക് വഴിവെച്ചതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് B രാമൻപിള്ള ഓൺലൈനായി ഹാജരായി. ജനുവരി 9-നാണ് തന്ത്രി കണ്ഠരര് രാജീവർ SITയുടെ പിടിയിലായത്. തുടർന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലും ജനുവരി 15-ന് ജയിലിലെത്തി അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി. സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ മാറ്റുന്നതിനും തിരിമറകൾ നടത്തുന്നതിനും ഒത്താശ ചെയ്തതായും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നുമാണ് തന്ത്രിക്കെതിരെ SITയുടെ കണ്ടെത്തൽ. നിലവിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ആരോഗ്യസ്ഥിതി കൂടി ചൂണ്ടിക്കാട്ടിയാണ് തന്ത്രി ജാമ്യത്തിനായി ശ്രമിക്കുന്നത്. ഗൂഢാലോചനയിൽ തന്ത്രിക്കും പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം ആവർത്തിക്കുമ്പോൾ ആചാരപരമായ കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്തതെന്നാണ് തന്ത്രിയുടെ നിലപാട്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വാദം കേൾക്കും. നവംബർ 11-നാണ് N വാസുവിനെ SIT അറസ്റ്റ് ചെയ്തത്. 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത്. കട്ടിളപ്പാളി കേസിലാണ് വാസു പ്രതിയായിരിക്കുന്നത്. 2019-ൽ ദേവസ്വം കമ്മീഷണറായിരിക്കെ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളാണെന്ന് തെറ്റായി രേഖപ്പെടുത്തി തിരിമറിക്ക് സഹായം നൽകിയെന്നാണ് പ്രധാന ആരോപണം. മുമ്പ് സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയിരുന്നു. നിലവിൽ വാസു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ പണമിടപാടിൽ ദുരൂഹത. ഡ്യൂട്ടിക്കെത്തിയ ചില താൽക്കാലിക ജീവനക്കാരും ദേവസ്വം ജീവനക്കാരും ലക്ഷക്കണക്കിന് രൂപ വീട്ടിലേക്ക് അയച്ചതായി കണ്ടെത്തൽ. ബാങ്കിലൂടെയും പോസ്റ്റ് ഓഫീസിലൂടെയും പണം കൈമാറിയ 100-ലധികം പേർക്കെതിരെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണറും റിപ്പോർട്ട് തേടി. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന 100-ലധികം താൽക്കാലിക ജീവനക്കാരാണ് സംശയകരമായ രീതിയിൽ പണമിടപാട് നടത്തിയത്. പ്രതിദിനം 680 രൂപ വേതനത്തിന് ജോലി ചെയ്യുന്ന ഇവർ ലക്ഷക്കണക്കിന് രൂപ ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ബന്ധുക്കൾക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അസാധാരണമായ ഈ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. ഇതേക്കുറിച്ച് വിശദീകരണം നൽകാൻ തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു തീർത്ഥാടന കാലയളവിൽ പരമാവധി 40,000 രൂപയിൽ താഴെ മാത്രം വേതനം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് പലരും ലക്ഷങ്ങൾ നാട്ടിലേക്ക് അയച്ചത്. താൽക്കാലിക ജീവനക്കാർ സന്നിധാനത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്നിരിക്കെ പലരും ഹോട്ടലുകളിലും മറ്റും ജോലിക്ക് പോയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം ജോലികളിലൂടെയും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയില്ലെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. താൽക്കാലിക ജീവനക്കാർക്ക് പുറമെ ചില സ്ഥിരം ജീവനക്കാരും നിരീക്ഷണത്തിലാണ്. സന്നിധാനത്തെ നെയ്ക്ക് കൗണ്ടറുകളിലെ തിരിമറി നേരത്തെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ക്രമക്കേടും പുറത്തുവരുന്നത്. സംഭവം ഗൗരവത്തോടെ കാണുന്ന ദേവസ്വം ബോർഡ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും വിജിലൻസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാണിക്കപ്പണം അപഹരിക്കപ്പെട്ടതാണോ അതോ മറ്റ് നിയമവിരുദ്ധമായ ഇടപാടുകൾ നടന്നതാണോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്.
അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ബോർഡ് തുടർ നടപടികളിലേക്ക് കടക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആന്റോ ആന്റണി എംപിക്കെതിരായ ആദ്യ ആരോപണത്തിൽ മലക്കം മറിഞ്ഞ KP ഉദയഭാനു NM രാജുവിന്റെ സ്ഥാപനത്തിൽ തന്ത്രിയുടെ പണമുണ്ടെന്ന് SIT ആണ് പറഞ്ഞതെന്നും മാധ്യമങ്ങളിൽ കണ്ടെന്നും ഉദയഭാനു പറഞ്ഞു. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഉണ്ടെന്നാണ് അറിവ്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ തന്ത്രി 2.5 കോടി നിക്ഷേപിച്ചെന്നും അത് ആന്റോ പിൻവലിച്ചുവെന്നുമായിരുന്നു ഉദയഭാനുവിന്റെ ആദ്യ ആരോപണം. ആന്റോയുടെ നിയമ നടപടിയെ നിയമപരമായി തന്നെ നേരിടുമെന്നും ഉദയഭാനു പറഞ്ഞു. അവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് SIT ആണ് പറഞ്ഞത്. SIT പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. SIT ആണ് അവിടെ സ്വകാര്യ സ്ഥാപനത്തിലുണ്ടെന്ന് പറഞ്ഞത്. SIT വാർത്തയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. CPM നേതാവ് KP ഉദയഭാനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആന്റോ ആന്റണി MP. തന്ത്രിയുടെ പണം NM രാജുവിന്റെ ധനകാര്യ സ്ഥാപനത്തിലുണ്ടെന്നും സ്ഥാപനം പൊളിഞ്ഞപ്പോൾ താൻ പിൻവലിച്ചുവെന്നും ഉദയഭാനു പറഞ്ഞത് പച്ചക്കള്ളം. KP ഉദയഭാനുവോ NM രാജുവോ താൻ 2 കോടി വാങ്ങിയതിന്റെ രേഖ പുറത്തുവിടണം. ഒരുപാട് സത്യങ്ങൾ പുറത്തുവരാനുണ്ടെന്നും മന്ത്രി വീണ ജോർജ് കാത്തിരിക്കണമെന്നും ആന്റോ ആന്റണി പറയുന്നു. CPM ജില്ലാ സെക്രട്ടറി ശ്രീ ഉദയഭാനു എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ 100% വ്യാജവും വസ്തുതാവിരുദ്ധവുമാണ്. യാതൊരു സത്യസന്ധതയില്ലാതെ ഈ വ്യാജ ആരോപണം ഉന്നയിച്ച ഉദയഭാനുവിനെതിരെ നിയമപരമായ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആദ്യം എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം സോണിയാഗാന്ധിയോടൊപ്പം പോറ്റി നിൽക്കുന്ന ഒരു ഫോട്ടോ ചൂണ്ടിക്കാട്ടിയാണ്. 12 വർഷങ്ങൾക്കപ്പുറത്തെ ആ ഫോട്ടോ, അത് ചൂണ്ടിക്കാട്ടിയുള്ള ആരോപണം പൊളിഞ്ഞതോടെയാണ് അടുത്ത ആരോപണത്തിലേക്ക് കടന്നത്. SIR-ൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി. നടപടികൾ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കുന്നു. രാജ്യത്ത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിവരുന്ന SIR ചോദ്യം ചെയ്ത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ഇടപെടൽ. ബംഗാളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സമയപരിധി ഒരാഴ്ച കൂടി നീട്ടി നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തടസ്സമുണ്ടാക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. തടസ്സമുണ്ടാക്കുകയല്ല, തടസ്സങ്ങൾ നീക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. ഏതെങ്കിലും വിധത്തിൽ SIR-ൽ തടസ്സമുണ്ടാക്കലോ വൈകിപ്പിക്കലോ അനുവദിക്കില്ല. എന്തെങ്കിലും ഉത്തരവുകളോ വ്യക്തതയോ ആവശ്യമാണെങ്കിൽ അത് പുറപ്പെടുവിക്കും. ഇക്കാര്യം എല്ലാ സംസ്ഥാനങ്ങളും മനസ്സിലാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു. പുനഃപരിശോധന നടപടിക്രമങ്ങൾ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു. ബംഗാളിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള സമയപരിധി ഒരാഴ്ച കൂടി നീട്ടുകയും ചെയ്തു. സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കാനാണ് സമയം നീട്ടിയത്. നേരത്തെ ഫെബ്രുവരി 14 അവസാന തീയതി. അതേസമയം SIR-മായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളിൽ ബംഗാൾ DGP-യോട് കോടതി വിശദീകരണം തേടി. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശം. ആക്രമണങ്ങളിൽ നടപടിയെടുത്തില്ലെന്ന കമ്മീഷന്റെ ആരോപണത്തിന് പിന്നാലെയാണ് നടപടി. SIR ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബുധനാഴ്ച സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി വാദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ച മിനിറ്റുകൾക്കകമാണ് സ്പീക്കർ ഓം ബിർള ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചത്. ഇന്ത്യ-US വ്യാപാര കരാർ വിശദീകരിക്കണമെന്നായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നും ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് ഇടമില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു. ലോക്സഭയിൽ നാളെയും ചർച്ച തുടരും. വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. 8 ലോക്സഭാ എംപിമാരെ സമ്മേളനകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിന്റെ വനിതാ എംപിമാർക്കെതിരെ അനാവശ്യ ആരോപണം ഉയർത്തി എന്നീ വിഷയങ്ങൾ കാട്ടിയാണ് കോൺഗ്രസ് പ്രതിഷേധം ഉയർത്തിയത്. ചോദ്യോത്തരവേള ആരംഭിച്ച മിനിറ്റുകൾക്കകമാണ് സ്പീക്കർ ഓം ബിർള ലോക്സഭ ഉച്ചവരെ നിർത്തിവെച്ചു എന്ന് പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം സ്പീക്കർ അനുവദിക്കാത്തതിനെ തുടർന്നായിരുന്നു ബഹളം. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ചട്ടപ്രകാരം അംഗങ്ങൾക്ക് സംസാരിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞുവെങ്കിലും ബഹളം തുടരുകയായിരുന്നു. ഇന്ത്യ-US വ്യാപാര കരാർ വിശദീകരിക്കണമെന്നായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി നൽകാത്തതിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. ബഹളത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവച്ചിരുന്നു. രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ടായി.
കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെതിരായ അവകാശ ലംഘന നോട്ടീസ് ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം. കരാറിൽ പീയൂഷ് ഗോയൽ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയത് അവകാശ ലംഘനമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിനിടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സഖ്യം. പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. പ്രതിപക്ഷ നടപടിയെ സ്പീക്കറും വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിലേക്ക് വരാൻ ഭയപ്പെടുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ബജറ്റിനെക്കുറിച്ചൊരു ചർച്ചയ്ക്ക് സർക്കാർ ഭയക്കുന്നു. ചർച്ച വേണമെന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരളം മാറി ചിന്തിക്കണം. കേരളത്തിൽ തുടർ ഭരണം നല്ലതല്ലെന്നും തുടർച്ചയായ അധികാരത്തിലിരുന്നാൽ അഴിമതിക്കും അടിച്ചമർത്തലിനും വഴിവെക്കുമെന്നുമുള്ള കെ സച്ചിദാനന്ദന്റെ പ്രസ്താവന ചൂടേറിയ ചർച്ചയാക്കി രാഷ്ട്രീയ കേരളം. പക്ഷേ ഇത് ഇടത് നേതാക്കളുടെ നിലപാടല്ലെന്ന് പറഞ്ഞാണ് ഇടത് നേതാക്കൾ പ്രതിരോധിക്കുന്നത്. പ്രസ്താവന തള്ളി എം വി ഗോവിന്ദൻ അടക്കം CPM നേതാക്കൾ രംഗത്ത് വന്നപ്പോൾ സച്ചിദാനന്ദനെ പിന്തുണയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിനിടെ സച്ചിദാനന്ദന് പിന്നാലെ സാറാ ജോസഫും തുടർ ഭരണത്തെ എതിർത്തിന്ന് രംഗത്ത് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം കേന്ദ്രീകരിക്കുന്ന വേളയിലാണ് ചൂടേറിയ ചർച്ചയ്ക്ക് കെ സച്ചിദാനന്ദൻ തുടക്കമിട്ടിരിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിന് തുടർഭരണം ഭൂഷണമല്ലെന്നും മാറി മാറി വരുന്ന സർക്കാരുകളാണ് മുന്നോട്ട് നയിക്കേണ്ടതെന്നും സച്ചിദാനന്ദൻ ചൂണ്ടിക്കാട്ടുന്നു. തുടർച്ചയായി ഭരണത്തിലിരുന്നാൽ അഴിമതിക്കും അധികാര കേന്ദ്രീകരണത്തിനും വഴിവെക്കുമെന്നാണ് സച്ചിദാനന്ദന്റെ വിലയിരുത്തൽ. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. അത് പാർട്ടികൾക്കുണ്ടാകേണ്ട വിനയം, ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇല്ലാതാക്കുന്നതിന് കാരണമാകാനുള്ള ഇടയുണ്ട്. മൂന്നാം തുടർഭരണം എന്ന ലക്ഷ്യത്തിലൂന്നി ഇടതുമുന്നണി പ്രചാരണം ശക്തമാക്കുന്ന വേളയിൽ തുടർഭരണം അപകടമെന്ന മുന്നറിയിപ്പ് നൽകി ഇടതു സഹയാത്രികൻ തന്നെ രംഗത്ത് വരുന്നത് CPMന് കനത്ത തിരിച്ചടിയാണ്. ബംഗാളിൽ CPMന് സംഭവിച്ചതുൾപ്പെടെ സച്ചിദാനന്ദൻ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് പാടെ തള്ളി ഇടതു നേതാക്കൾ രംഗത്ത് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോടുകൂടിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് വേണ്ടെന്നല്ലോ, തുടരണ്ടെന്നുമല്ല. അതേസമയം സച്ചിദാനന്ദന്റെ പ്രസ്താവനയെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അധ്യക്ഷന്റെ വിലയിരുത്തലുകളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്തുണച്ചു. സച്ചിദാനന്ദന് പിന്നാലെ മറ്റ് സാംസ്കാരിക പ്രവർത്തകരും തുടർഭരണത്തെ എതിർത്ത് രംഗത്ത് വന്നു. തുടർഭരണം ഏകാധിപത്യ പ്രവണത സൃഷ്ടിക്കുമെന്ന് സാറാ ജോസഫ് വിലയിരുത്തുന്നു. തുടർഭരണം മാറണം, അത് നല്ലതാണ്. കാരണം തുടർച്ചയായിട്ട് ഒരേ താളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അതൃപ്തികരമാവുമ്പോൾ അതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ 3 മുന്നണികൾക്കും അതീവ നിർണായകമായ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചർച്ചാ വിഷയമായി സച്ചിദാനന്ദന്റെ പ്രസ്താവന മാറുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. RJDക്ക് ഇടതുമുന്നണിയിൽ അവഗണന. സംസ്ഥാന സമിതി യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. മുന്നണിക്കുള്ളിൽ കാലുവാരലെന്നും വിമർശനം. RJDയിൽ നിന്നും തിരിച്ചെടുത്ത സീറ്റുകൾ വിട്ടുകിട്ടണമെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടി. LDFിലെ അച്ചടക്ക രാഹിത്യമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്നും RJD നേതൃയോഗം വിലയിരുത്തുന്നു. അതേസമയം മുന്നണി മാറ്റം അജണ്ടയിൽ ഇല്ലെന്ന് ശ്രേയാംസ് കുമാർ വ്യക്തമാക്കി. LDFിൽ തുടരണമോ എന്ന വിഷയമാണ് RJD സംസ്ഥാന നേതൃയോഗം ആദ്യം ചർച്ച ചെയ്തത്. ഇതിൽ അംഗങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടായി. അതേസമയം ഇടത് ചേരിയിൽ നിൽക്കണമെന്ന നിലപാടെടുത്ത സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ അഭിപ്രായ ഐക്യമില്ലെങ്കിൽ രാജിവെക്കുകയാണെന്ന് അറിയിച്ചു. അതൃപ്തി തുറന്ന് പ്രകടിപ്പിക്കുന്നതിനൊപ്പം അർഹമായ സീറ്റുകൾ തിരിച്ചു കിട്ടണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഒടുവിൽ സംസ്ഥാന നേതൃയോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ RJD സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത് അച്ചടക്കരാഹിത്യമാണെന്ന് യോഗം വിലയിരുത്തി. കോർപ്പറേഷനുകളിൽ നിരവധി പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔദ്യോഗികമായി ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സീറ്റുകളിൽ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാതെ ധാരാളം ഇടതുമുന്നണിയുടെ പ്രവർത്തകർ മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുകയുണ്ടായി.
കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ താൽക്കാലികമായി വാങ്ങിയ സീറ്റുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് തന്നെ തിരിച്ചു വേണമെന്ന ആവശ്യമാണ് RJD മുന്നോട്ട് വയ്ക്കുന്നത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ തന്ന ഉറപ്പ് ഇന്നത്തെ പാർട്ടി പാലിക്കണം എന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ പാർട്ടിക്ക് തിരുവിതാംകൂറിലും അതുപോലെ തന്നെ കൊച്ചി പ്രദേശങ്ങളിലും കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് അർഹതയുണ്ട്. തങ്ങളിൽ നിന്നും തിരിച്ചെടുത്ത കോവളം സീറ്റിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കടുത്ത നിലപാടായിരിക്കും ഉണ്ടാവുക എന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി. അതേസമയം താൻ മത്സരരംഗത്തേക്ക് ഇനി ഇല്ലെന്നും MV ശ്രേയാംസ് കുമാർ. കോവളം സീറ്റ് RJDക്ക് അർഹതപ്പെട്ടാണ്, തീർച്ചയായിട്ടും ഞങ്ങൾ ആവശ്യപ്പെടും. ഞങ്ങളൊരു അൺഒഫീഷ്യലി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ മത്സരിക്കില്ല. അതന്നെ കഴിഞ്ഞ തവണ തന്നെ ഞാൻ മത്സരിക്കാൻ ഇല്ലായിരുന്നു. പക്ഷേ വളരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് മത്സരിച്ചത്. എല്ലാ തവണയും നിർബന്ധത്തിന് വഴങ്ങേണ്ട കാര്യം എനിക്കില്ല. ഞാൻ മത്സരരംഗത്തില്ല. എല്ലാ പാർട്ടിയിലുമുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ RJDയിലും ഉള്ളൂ എന്നാണ് നേതൃയോഗത്തിലെ ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി. സീറ്റ് വിഭജന സമയത്ത് തങ്ങളുടെ ആവശ്യങ്ങൾ RJD നേതൃത്വം LDFന് മുൻപിൽ വയ്ക്കും. ഇതിനോട് എന്തായിരിക്കും ഇടതുമുന്നണിയുടെ സമീപനം എന്നതനുസരിച്ചിരിക്കും RJDയുടെ ഭാവി പരിപാടി. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കോലീബി ജമാഅത്തെ ഇസ്ലാമി സംഘത്തിന്റെ കോർഡിനേറ്ററാണ് പ്രതിപക്ഷ നേതാവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശന്റെ നിലപാടിനൊപ്പമാണോ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളും ഹൈക്കമാൻഡുമെന്ന് വ്യക്തമാക്കണം. MP ആന്റോ ആന്റണിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ പണം വാങ്ങിയതെങ്ങനെ, തിരിച്ചുകൊടുത്തത് എങ്ങനെ എന്നതും വ്യക്തമാക്കണം. കോൺഗ്രസും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ കോഴിക്കോട് പറഞ്ഞു. പാവപ്പെട്ട എന്ന പദം മലയാള ഭാഷയിൽ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികളാണ് LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. കോലീബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ കോർഡിനേറ്ററാണ് സതീശൻ എന്ന് ഞാൻ പറഞ്ഞു. VD സതീശൻ പറയുന്ന ഈ നിലപാടിനോടൊപ്പമാണോ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളും ഹൈക്കമാൻഡും? ഹൈക്കമാൻഡ് വ്യക്തമാക്കണം. ഇതേവരെ പറഞ്ഞിട്ടില്ല, മിണ്ടുന്നില്ല. ആന്റോ ആന്റണി MPക്കെതിരായി ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി 2 കോടി ഉറുപ്പിക വാങ്ങിയതാണ്. അത് ഈ 2 കോടി എങ്ങനെയാണ് വാങ്ങിയത്? അത് കള്ളപ്പണം പോലെ വാങ്ങിയത്. ജോസ് കെ മാണി നയിക്കുന്ന LDF ജാഥയ്ക്ക് ഇടുക്കി ജില്ലയിൽ സ്വീകരണം നൽകി. ജില്ലാ അതിർത്തിയായ മുണ്ടക്കയം 35-ാം മൈലിൽ നിന്നുമാണ് ജാഥയെ സ്വീകരിച്ചത്. വണ്ടിപ്പെരിയാറിലായിരുന്നു ആദ്യ പൊതുസമ്മേളനം. നാളെ രാവിലെ അടിമാലിയിൽ സൗഹൃദ സദസ്സ് ചേരും. തുടർന്ന് അടിമാലി, ചെറുതോണി, തൊടുപുഴ എന്നിവിടങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി VS ശിവകുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. അതേസമയം ശിവകുമാറിന്റെ ഡ്രൈവറും സുഹൃത്തുക്കളുമായ 2 പേരും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട്. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തു. ഡ്രൈവറെ പ്രോസിക്യൂട്ട് ചെയ്യാനും നിർദ്ദേശമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന VS ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നായിരുന്നു കേസ്. ഏറെ വിവാദമുണ്ടാക്കിയ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിനൊടുവിലാണ് ശിവകുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. മന്ത്രി എന്ന നിലയിലും MLA MP എന്ന നിലയിലുമുള്ള വരുമാനവും ഭാര്യയുടെ സ്വത്തുമാണ് ശിവകുമാറിനുള്ളതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം ശിവകുമാറിന്റെ ഡ്രൈവറിനും 2 സുഹൃത്തുക്കൾക്കുമെതിരെ അന്വേഷണമുണ്ട്. വരവിൽ കവിഞ്ഞ സ്വത്തുക്കൾ ഇവർ മൂവരും സമ്പാദിച്ചതായും ലക്ഷങ്ങളുടെ സ്വത്താണ് അനധികൃതമായി ഉള്ളതെന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഡ്രൈവറെ പ്രോസിക്യൂട്ട് ചെയ്യാനും അനുമതി തേടിയിട്ടുണ്ട്. ശിവകുമാറിന്റെ കൂട്ടാളികളുടെ അനധികൃത സ്വത്ത് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കും വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട്. ശിവകുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും ഡ്രൈവർ ഉൾപ്പെടെ അടുപ്പക്കാർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് ഏത് രീതിയിലാണ് എന്ന കണ്ടെത്തൽ നിർണായകം തന്നെയാണ്. റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി തുടർ നടപടി മുഖ്യമന്ത്രിയാണ് സ്വീകരിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് വേളയിലെ വിജിലൻസ് റിപ്പോർട്ട് ശിവകുമാറിന് വ്യക്തിപരമായി ആശ്വാസമെങ്കിലും കൂടെയുള്ളവരുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ തുടരന്വേഷണം തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അനധികൃതമായ സ്വത്ത് സമ്പാദന കേസിൽ തനിക്കെതിരെ 10 വർഷക്കാലമായി നടന്നത് രാഷ്ട്രീയ പ്രേരിതമായ കേസെന്ന് VS ശിവകുമാർ അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. തന്റെ ബിനാമി എന്ന് പറയുന്ന ഡ്രൈവർ 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുക മാത്രമാണ് ചെയ്തതെന്നും ശിവകുമാർ പറഞ്ഞു. കേസിന്റെ ഈ കാര്യം ഞാൻ ഇപ്പോൾ അറിഞ്ഞു. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് എടുത്ത കേസാണ്. അത് ഇപ്പോ സത്യം തെളിഞ്ഞു. ഒരു പരാതിക്കാരൻ പോലും ഇല്ലാത്ത ഒരു അനോണിമസ് പെറ്റീഷന്റെ പേരിൽ 2016 മുതൽ 10 വർഷം എന്നെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്നതിലേക്ക് വേണ്ടി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കേസാണിത്.
ഇത് പിന്നെ ഞാൻ ഹൈക്കോടതി പോകേണ്ടി വന്നു. ഹൈക്കോടതി പോയിട്ടാണ് ഇവര് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത്. അത് നീട്ടി കൊണ്ടുപോയി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അതാണിപ്പോ ഇപ്പോ വന്നിരിക്കുന്നത്. ഞാൻ അനധികൃത സ്വത്ത് സമ്പാദിച്ചു, ബിനാമി ഏർപ്പാടുണ്ട്, തിരുവനന്തപുരം നഗരത്തെ ഒരു ആശുപത്രി വാങ്ങി, എന്തൊരു കള്ള പ്രചരണമായിരുന്നു. ഇതെല്ലാം തെളിഞ്ഞു. ബിനാമി എന്ന് പറയുന്നത് താങ്കളുടെ അടുത്ത ആളുകൾ, ഡ്രൈവർ അല്ലെങ്കിൽ വക്കീല്, ഇവരൊക്കെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഒരു കണ്ടെത്തൽ. ഇനിയിപ്പോ അത് ആദായ നികുതിയിലേക്ക് പോവില്ലേ? അതറിയില്ല, ഞാനത് നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാന് ബിനാമി ഇവര് ഒരു ഡ്രൈവറുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലായ 1000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വെച്ച് അയാളുടെ വസ്തു എഴുതി. അതൊന്നും ക്ലിയർ ആയിട്ട് അവര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ ആദായ നികുതി വകുപ്പിന്റെ ഇടപെടൽ മൂലമല്ലെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയെന്ന റോയിയുടെ സഹോദരന്റെ വാദം മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് തള്ളി. സഹോദരൻ വൈകാരികമായി പ്രതികരിച്ചതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഫിഡന്റ് ഗ്രൂപ്പ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ചില സമൂഹ മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണ രീതിയിൽ പുരോഗമിക്കുന്നുവെന്നും TA ജോസഫ് വ്യക്തമാക്കി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ബംഗളൂരു ഓഫീസിൽ നടന്നത് പതിവ് ആദായ നികുതി പരിശോധനയെന്ന് മാനേജിംഗ് ഡയറക്ടർ TA ജോസ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ പെരുമാറിയത് ന്യായമായ രീതിയിലാണെന്നും ഭീകരത സൃഷ്ടിച്ചതായി അറിവില്ലെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കമ്പനി അധികൃതർ വിശദീകരിച്ചു. ആദായ നികുതി വകുപ്പുമായി സഹകരിക്കുന്ന സമീപനമാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കേസന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് പരിമിതികളുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. നമ്മൾ അവരുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് നിന്നിരുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽസ് ആൻഡ് ദെയർ ഇൻസ്പെക്ടേഴ്സ് അവരെല്ലാം വളരെ റീസണബിളായിട്ടാണ് നമ്മളോട് ഇടപെട്ടതും പ്രവർത്തിച്ചതും. അതിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ തന്നെ ഇവിടെ 5 ദിവസം എൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. റെസ്പെക്റ്റോടുകൂടിയാണ് അവർ ചെയ്തിരുന്നത്. അല്ലാതെ ഒരു ഭീകരമായ രീതിയിലുള്ള ഹറാസ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല. ചെയർമാന്റെ മരണം കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും ഒരു പദ്ധതിയും മുടങ്ങിയിട്ടില്ലെന്നും പണികൾ സാധാരണഗതിയിൽ പുരോഗമിക്കുന്നുവെന്നും കാലതാമസമില്ലാതെ പദ്ധതികൾ പൂർത്തീകരിക്കുമെന്നും TA ജോസഫ് പറഞ്ഞു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പടർത്താൻ ചില സമൂഹ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. CJ റോയിയുടെ സഹോദരൻ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതികരിച്ചത്. ഈ സഹോദരനല്ലല്ലോ കൂടെ നടക്കുന്നത്. അവർക്ക് കമ്പനിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇൻകം ടാക്സുകാരൊന്നും ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്താൽ നിൽക്കുന്ന ആളല്ല റോയ് സാറും. സാമ്പത്തികപരമായി, കുടുംബപരമായി, സാമൂഹികപരമായി CJ റോയ്ക്ക് ഒരു പ്രശ്നങ്ങളോ ഭീഷണിയോ ഉണ്ടായിട്ടില്ല. സിനിമാ മേഖലയിൽ ആർക്കും പണം നൽകാനില്ലെന്നും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും TA ജോസഫ് പറയുന്നു. ജീവിതം ആഘോഷിക്കുക എന്നതായിരുന്നു CJ റോയിയുടെ നിലപാട്. നിക്ഷേപകരുടെ പണം സുരക്ഷിതമാണ്. കമ്പനി ബാങ്കിൽ നിന്നോ പ്രൈവറ്റ് ഫിനാൻസിൽ നിന്നോ പണം കടമെടുത്തിട്ടില്ല. കമ്പനിക്ക് ബാധ്യതകളോ വായ്പയോ ഇല്ലെന്ന് കമ്പനി അധികൃതർ കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. നെല്ലിന്റെ പ്രോത്സാഹന ബോണസ് അവസാനിപ്പിക്കണമെന്ന കേന്ദ്രത്തിന്റെ കത്തിനെ എതിർത്ത് കേരളം കേന്ദ്രത്തിന് കത്ത് നൽകി. നെൽകൃഷി ചെയ്യുന്നത് കുറയ്ക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയല്ല. നെല്ല് സംഭരിച്ച വകയിൽ 1343.83 കോടി രൂപ കേന്ദ്രം തരാനുണ്ട്. കേരളം കൊടുത്ത പണമാണ്. ബാങ്കുകളുടെ സമീപനം ശരിയല്ല. പലിശ നിരക്ക് കൂട്ടാൻ നിർബന്ധം പിടിക്കുന്നുവെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. Can you feel that? Dreams on backs with the crest held high. One more ball and we touch the sky. ഇന്ത്യക്കെതിരായ T20 ലോകകപ്പ് മത്സരത്തിൽ പാകിസ്ഥാൻ കളിച്ചേക്കും. മത്സരം ബഹിഷ്കരിക്കരുതെന്ന് ബംഗ്ലാദേശ് പാകിസ്ഥാന് കത്തയച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ തീരുമാനം. അതേസമയം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് മുൻപിൽ വെച്ച 5 ആവശ്യങ്ങളിൽ 3 ആവശ്യങ്ങൾ ICC തള്ളിയിരുന്നു. പാകിസ്ഥാൻ കളിച്ചില്ലെങ്കിൽ പിഴ നൽകേണ്ടി വരുമെന്ന് ICC മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ദ്വിരാഷ്ട്ര ക്രിക്കറ്റ് പുനരാരംഭിക്കുന്നതിനും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ എന്നിവ ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര പരമ്പര നടത്തണമെന്നുമുള്ള പാക് നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഇന്ന് നടന്ന യോഗത്തിൽ ICC
നിരസിച്ചു. T20 ലോകകപ്പിൽ ഒമാനെതിരെ സിംബാബ്വെക്കും ഇറ്റലിക്കെതിരെ സ്കോട്ട്ലൻഡിനും ജയം. 8 വിക്കറ്റിനാണ് സിംബാബ്വെ ഒമാനെ തോൽപ്പിച്ചത്. 104 റൺസ് വിജയവുമായി ഇറങ്ങിയ സിംബാബ്വെ 39 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. ഇറ്റലിയെ 73 റൺസിനാണ് സ്കോട്ട്ലൻഡ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലൻഡ് 207 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇറ്റലിക്ക് 134 റൺസ് എടുക്കാനേ സാധിച്ചു.